തിരുവനന്തപുരത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സിനിമയുടെ ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാർച്ച് 7-ന് നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ്. എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തങ്കമണി. 1986 നടന്ന ഒരു സിനിമ. ആ കുറേ ട്രൂ ഇവൻസും ഫിക്ഷനും കൂടി ചേർന്നാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ അവരിൽ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ നമ്മുടെയൊക്കെ മനസ്സ് കവർന്നെടുത്ത് കഴിഞ്ഞു നമ്മുടെ സഹോദരൻ ജോൺ വിജയ് സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്കയാണെന്നൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് ഇരട്ടപ്പേര് വീഴും. സാർ உங்களுக்கு 2 பேர் கிடைக்கும், அதான் சொல்லுது ஒரு ஆமாம். ரொம்ப ஹாப்பி சார். உட்காருங்க சார். സമ്പത്ത് റാം സാർ, അതുപോലെ ഈ സിനിമയിലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. സ്മിനു, രമ്യ, നെയ്ത്ത, രമേശ് ഏട്ടൻ, ഇനി വരാത്ത മനോജ് കെ ജയൻ, സിദ്ദിഖ് തുടങ്ങി ഒരുപാട് പേര്. അങ്ങനെ ഒരു നീണ്ട നിര വേറെ ഉണ്ട്. മറ്റൊരു നായിക പ്രണീത, വേറൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അജ്മൽ, അതുപോലെ സന്തോഷ്, ആസീസ്, സുദേവ്, അങ്ങനെ കുറേ പേരുണ്ട് ഈ സിനിമയിൽ. ഇന്ന് ഇമോഷനെ കുറിച്ചുകൂടെ പറയുകയുണ്ടായി. ശരിക്കും അതാണ് നമ്മൾ ഈ സിനിമ പ്രണയത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാണ് തങ്കമണിയിലേക്ക് ചെല്ലുന്നത്. നിങ്ങൾ 1986 പത്രങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ തങ്കമണിയെയാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം. ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക. ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയില്ല എന്താണെന്നൊന്നും. നിങ്ങളാണ് ഫൈനൽ ജഡ്ജസ്. നിങ്ങളാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത്. നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ 10-29 വർഷമായിട്ട് പല വേഷങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ആ ട്രൈ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയും നിങ്ങളുടെ 2 കൈ കൂട്ടിയടിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു കയ്യടി ഉണ്ടല്ലോ, ആ കയ്യടി കൊണ്ടാണ് എനിക്ക് 148ാമത്തെ സിനിമ വരെ ചെയ്യാൻ സാധിച്ചത്. ഇത്രയും കയ്യടി പോരാ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ്. താങ്ക് യു. കാരണം എന്താ വെച്ചാൽ ഈ കയ്യടിക്ക് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. പക്ഷെ ഈ കയ്യടി നൽകുന്ന ഒരു ഊർജ്ജമുണ്ട് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കയ്യടി ഇവിടുന്ന് തരണം. താങ്ക് യു. ഈ ആവേശം, ഈ സ്നേഹം, കാരണം ഒരുപാട് വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്യാൻ വളരെ ധൈര്യം തന്നത് നിങ്ങളുടെ ഈ സ്നേഹമാണ്. ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരിൽ വന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും കൈ പിടിച്ചാണ് ഞാൻ നന്ദി പറയുന്നത്. വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ സൂപ്പർ ഫിലിംസ്, ഇഫാർ മീഡിയ ചേർന്നൊരുക്കുന്ന ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡ്രീം ബിഗ് ആണ്. ഡ്രീം ബിഗ് എന്നുള്ള കമ്പനി ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു. അത് വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. നിങ്ങൾ കണ്ട ജയിലർ, ലിയോ, മഞ്ഞമ്മൽ ബോയ്സ്, ഒരുപാട് പടങ്ങൾ, പാപ്പൻ, എനിക്ക് തോന്നുന്നു പാപ്പൻ തുടങ്ങിയിട്ടാണ് തോന്നുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ മഞ്ഞമ്മൽ ബോയ്സ് വന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ട്രൂ ഇവൻസിന് നല്ല എന്താ പറയുക, നടന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം ആകാംക്ഷ കൂടുതലാണ്. ഇവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ്. അതുപോലെ 2018 അതർ ലാംഗ്വേജ് ആണെങ്കിൽ 12th ഫെയിൽ തുടങ്ങിയ സിനിമകൾ, അതുപോലുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചതാണ്. ആ പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം സ്നേഹവും എന്താ പറയുക, പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ തിയേറ്ററിൽ തന്നെ ഉണ്ടാവണം. മാർച്ച് 7-ന് മറക്കരുത്.
തീർച്ചയായിട്ടും ദിലീപേടിനോടൊപ്പം തങ്കമണി മൂവിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് വന്ന ഓരോ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിട്ട് പോയി. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ദിലീപേട്ടന് ഒരു ചെറിയ പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ പാട്ട് പാടിയാൽ അപ്പൊ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകും. ഇല്ല, പിരിയോ? നമ്മൾ പിരിയില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് കൂടെ നിൽക്കും, നമ്മൾ ക്ലാപ്പ് ചെയ്യില്ലേ? ഞാൻ പാടുന്ന പാട്ടുകൾ എനിക്കറിയാം. എനിക്കും എന്റെ തോന്നിവാസത്തിന് പാടുന്ന ഒരാളാണ്. ആണെങ്കിലും കണ്ടാനാ എന്നൊക്കെ പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ. എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ ഉള്ളൂ. സാറേ സാറേ സാമ്പാറേ എന്നൊക്കെ പറയും. മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ അവർക്ക് വെറുതെ ടെൻഷൻ ആക്കണ്ട എന്റെ പാട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലൂടെ നിങ്ങളെ രസിപ്പിക്കുന്ന ഒരാളാണ്. എന്നെ വെറുതെ വിടണം. എന്നിൽ ഔഷധ ഞാൻ പാട്ടുകാരനല്ല, അറിയാലോ. ഞാൻ മിമിക്രി ഒക്കെ ചെയ്തു വന്നവരാണ്. നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. നമ്മൾ എല്ലാരും ഒരുപാടധികം മിസ് ചെയ്യുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് ഇന്നസെന്റ് സർ, അല്ലേ? ഇന്നസെന്റ് സാറിനെ ഏറ്റവും കൂടുതൽ വേദിയിൽ ആക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ദിലീപേട്ടനാണ് മിമിക്രിയിലൂടെ. സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ദിലീപേട്ടന്റെ വോയിസിൽ നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കുമോ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ പാട്ട് പോലെയല്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയതും കാക്കേ കാക്കേ കൂടെ ഇവിടെ അത് പുള്ളി പാടുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് പാട്ടിൽ നിന്ന് ഞാൻ തെറിച്ച്. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. തങ്കമണി പടത്തിന്റെ റിലീസാ March 7. എല്ലാവരും തിയേറ്ററിൽ വന്ന അങ്ങനെ എന്തേ അപ്പൊ ഇനിയെങ്കിലും പറഞ്ഞ മിമിക്രി കൂടി കാണിച്ചല്ലേ. അപ്പൊ 7-ാം തീയതി പറഞ്ഞോട്ടാ. March 7 നമ്മൾ എല്ലാവരും തിയേറ്ററിൽ എത്തിയിരിക്കും തങ്കമണി കണ്ട് വിജയിപ്പിക്കാനായിട്ട് തന്നെ. ഗുഡ് ഈവനിങ് ട്രിവാൻഡ്രം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് നിന്നത് പാപ്പന് വേണ്ടിയിട്ടാണ്, സുജിത് ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ഓൾ ഹിയർ അഗൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഞാൻ മാത്രമല്ല, ഒരുപാട് നായികമാരുണ്ട്. അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്, ചിലവർ വന്നിട്ടില്ല. വേറൊരു പ്രധാന വേഷം ചെയ്യുന്ന പ്രണീത, ഷീ കുഡ്ന്റ് മേക്ക് ഇറ്റ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ജോയിൻ്റ് എഫേർട്ടാണ്. പക്ഷേ ദിലീപ് ചേട്ടൻ്റെ പാർട്ട്ണറായിട്ട് പെയറായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ. ആക്ച്വലി ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതൊരു റിക്വസ്റ്റ് ആണ്. നീത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരു പാട്ട് പാടും. ഈ സിനിമയിലെ തന്നെ നമ്മളിപ്പോ കണ്ട പാട്ടുണ്ടല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. സോ അത് തന്നെ പാടാൻ പറ്റിയാൽ ഞങ്ങൾക്ക് സന്തോഷം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. പക്ഷെ അത് ഞാൻ പാടി കൊളവാക്കണമെന്ന്. ഓക്കെ, ഞാൻ 4 ലൈൻസ്. ഇത് ചിലപ്പോൾ എൻ്റെ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. തെറ്റിയാൽ പ്ലീസ് ഫർഗിവ് മൈ ഫ്ലോസ്. കാതിലീരൻ പാട്ടുമൂളും കാറ്റെന്ന പോൽ മെല്ലെ കോടമഞ്ഞിൻ കോരി എന്നെ തേടുന്ന പൂവല്ലേ, അനുരാഗമല്ലേ അതിൽ നോവുകില്ലേ, അഴകലിയുമാക്കിനാവിൽ കാത്തിരിക്കില്ലേ. എല്ലാവർക്കും നമസ്കാരം. തങ്കമണിയുടെ ഭർത്താവാണ്, കോട്ടയം രമേശേട്ടൻ പറഞ്ഞതുപോലെ. ഞാൻ ഒരു അർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. ജീവിതത്തിലൊരു വലിയ കാലം 10 വർഷത്തോളം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകനായി ജോലി നോക്കിയ ആളാണ് വിവിധ ചാനലുകളിൽ. അതിനുശേഷമാണ് സിനിമാ മോഹം തലക്കി പിടിക്കുന്നതും സിനിമ ചെയ്യാനാകുന്നതും. ഉടലെന്ന ആദ്യ സിനിമയാണ് ഇതുവരെ എൻ്റെ മേൽവിലാസമെങ്കിൽ ആ ഉടലെന്ന ചെറിയ സിനിമ നൽകിയ വലിയ സൗഭാഗ്യമാണ് തങ്കമണി. ഇപ്പോൾ റിലീസിനൊരുങ്ങുമ്പോൾ രമേശേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് ആ പറഞ്ഞ ടെൻഷനൊന്നുമില്ല. ഞാൻ 100% കോൺഫിഡൻസിലാണ്. പറഞ്ഞ്
രമേശൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. എങ്കിലും 1-2 പേരെ പറയാതെ പോകാൻ വയ്യ. സുജിത്തേട്ടൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, ഓപ്പൺ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തിരക്കഥ ആദ്യം വായിക്കുകയും ഇത് നമുക്ക് ചെയ്യാമെന്ന് എന്നോട് പറയുകയും ചെയ്ത ആൾ സുജിത്തേട്ടനാണ്. രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത് 1.5 കോടി രൂപയുടെ ആദ്യ സിനിമയിൽ നിന്ന് 25 കോടിയിലധികം വരുന്ന രണ്ടാമത്തെ സിനിമയിലേക്ക് പെട്ടെന്ന് എത്താനായി എന്നുള്ളതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്ത്യൻ സിനിമയിലെ 2 ലെജൻസ് ചേർന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൂപ്പർ ഗുഡ് ഫിലിംസ് RB ചൗധരി സാർ ഇവിടെ എത്തിയിട്ടില്ല. മറ്റൊരാൾ റാഫിക്കയാണ്. 18ാമത്തെ സിനിമയാണ്. ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ആളാണ്. ഒരുപാട് പണം കയ്യിലിരുന്നിട്ട് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് തിരക്കഥ വായിക്കുകയും അതിൽ അഭിപ്രായം പറയാനാകുകയും ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വരിക എന്നുള്ളത് വലിയ ഭാഗ്യം. മറ്റൊന്ന് അതേപോലെ തന്നെ അങ്ങനെ ഒന്ന് എഴുതിയെടുക്കാനാകുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. നന്നായി കഥയും തിരക്കഥയും എഴുതുന്ന ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ താങ്ക് യു റാഫിക്ക ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. 7-ാം തീയതി തങ്കമണി തിയേറ്ററിൽ വരികയാണ്. എല്ലാവരും കുടുംബമായി വന്ന് കാണണം. ജോൺ വിജയ് സാർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ബന്ധങ്ങളുടെ ആഴമളക്കുന്ന ഒരു സിനിമയായിരിക്കും തങ്കമണി. നമുക്ക് ആരോടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളുടെ എല്ലാം ആഴമളക്കുന്ന സിനിമ. നമ്മുടെ സൗഹൃദത്തിലുള്ള ആഴം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ആഴം, നമ്മുടെ പ്രണയത്തിലുള്ള ഭാര്യ-ഭർത്തൃ ബന്ധത്തിലുള്ള ആഴം അളക്കുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം. ഒരുപാട് പേർ ഇനിയും സംസാരിക്കാനുണ്ട്. ദിലീപേട്ടന് വേണ്ടിയാണ് ഈ ക്രൗഡ് വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. വൺസ് അഗൈൻ 7-ാം തീയതി വരിക, കുടുംബമായി വരിക, കാണുക. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത്. നമസ്കാരം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷനായിട്ട് വന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ട്രിവാൻഡ്രത്ത് വരാമെന്ന്. ഫൈനലി നടന്നിരിക്കുകയാണ്. അതെ അതെ, ശരിക്കും എന്നെ മൂവിലോട്ട് കാസ്റ്റ് ചെയ്ത രതീഷ് സാറിനും അതുപോലെ നമ്മുടെ ദിലീപേട്ടനും റാഫി സാറിനും സുജിത് സാറിനും എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇപ്പോൾ ചോദിച്ചില്ലായിരുന്നോ ദിലീപേട്ടൻ എങ്ങനെ ഫണ്ണിയാണോ എന്ന്. ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അതുമാത്രമല്ല നമ്മുടെ രതീഷേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ടെൻഷൻ അടിച്ചിരുന്ന എന്നെയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. സത്യമായിട്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. അതുപോലെ തന്നെ രതീഷേട്ട ഒരുപാട് താങ്ക്സ്. രതീഷേട്ടൻ ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും സുജിത് സാറായിക്കോട്ടെ, റാഫി സാറായിട്ട് എല്ലാവരും, അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അമ്മയുടെ അച്ഛനോട് പറയാറുണ്ട്, അമ്മ എന്താ പറയുക തങ്കമണി മൂവി പാക്കപ്പ് ആയപ്പോൾ മാത്രമേ എനിക്ക് ഭയങ്കര വിഷമമായത്. സോ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും മാർച്ച് 7-ാം തീയതി തങ്കമണി കാണുക. കാണില്ലേ ട്രിവാൻഡ്രം? ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. പറയാൻ പാടില്ലെന്ന് അവിടെ നിന്ന് കാണിച്ചു. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. സ്മിനു മാം, പടപടാ സംസാരിക്കുന്ന സ്മിനു മാമിനെയാണ് നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നത്. തങ്കമണിയിൽ എങ്ങനെയാണ്? ഇത്രയും പേരെ ഒന്നിച്ച് കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ്റേതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരത്ത്. എൻ്റെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള 2ാമത്തെ മൂവിയാണ് തങ്കമണി. അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ്, എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ടൻ തന്നിട്ടുണ്ട്, കരുതലും. ആ ഒരു ദിലീപേട്ട താങ്ക് യു. രതീഷ്, ഈ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കൊടുത്ത ദിലീപേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ ഒന്നും എന്നും എല്ലാ സിനിമയ്ക്കും ദിലീപേട്ടൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം, ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. തങ്കമണി മാർച്ച് 7-ന് കാണാൻ എല്ലാവരും ഉണ്ടാവണം. വൻ വിജയമാക്കണം. Good evening everyone. I'm very happy to be here in Trivandrum. தமிழ்லேயே பேசுகிறேன் ஏன்னா பக்கத்தில் தான் நம்ம ஊர். அப்படியே தான்னா களியாக்காவில். ஸோ நம்மெல்லாம் பிரதர்ஸ் சிஸ்டர்ஸ். Absolutely.
மேடம் சொன்னாங்க எல்லா படத்துலையும் நீங்கள் கெட்டவங்களாவே நடிக்கிறீங்களேன்னு. ஐ ஹாவ் அ தியரி ஃபார் தட். ஓகே ப்ளீஸ். இந்த பலாப்பழம் இருக்குல்ல, பலாப்பழம் சக்கை சக்கா சக்கா. சக்கை வெளியில் முள்ளு முள்ளாக இருக்கும், ஆனால் உள்ள ரொம்ப ஸ்வீட்டு. நாங்களாம் அந்த மாதிரி. ஜான் சார் மாதிரி ரொம்ப ஸ்வீட்டான மனுஷன் தான், ரைட்? தங்கமணி மூவி பற்றி எக்ஸ்பீரியன்ஸ். தேங்க்யூ வெரி மச் அண்ட் ஐ ஹாவ் ஃபியூ திங்ஸ் டு சே. அதாவது கேரளா அப்படின்னா அதுக்கு வந்து டிஃப்ரெண்ட் கைண்ட்ஸ் ஆஃப் எமோஷன்ஸ் இருக்குது. இஃப் யூ கோ டு கண்ணூர் அப்படின்னா நானடை, இன்னொரு இடத்துக்கு வந்தால் நாடையோட, அப்புறம் கொஞ்சம் தமிழ் மச்சானே நான் தான் அப்படின்னு ஒரு ஃபீலிங்ஸ். எல்லா ஃபீலும் எல்லா இமோஷனும் வந்து ஜாஸ்தி இருக்கிற ஊர் வந்து சவுத் இந்தியா, ஆந்திரா, கர்நாடகா, தமிழ்நாடு, கேரளா. கேரளாவில் வந்து ஜாஸ்தி இமோஷன் ஃபீலிங் அப்படின்றது வந்து நாட் ஒன்லி இன் த ஹியூமன் ஃபார்ம், சாப்பிட்ற சாப்பாடில் கூட காம்பினேஷன்லாம் பார்த்தீங்கன்னா சூப்பராக இருக்கும். கப்பா ஃபிஷ் கறி, அம்மா பிரமாதமான ஃபுட், ரைட்? இமோஷன், டேஸ்ட். அடுத்தது பரோட்டா பீஃப் ரோஸ்ட், அப்புறம் பயறு புட்டு, எல்லாத்துலேயுமே ஃபீலிங். ஸோ இந்த மாதிரி ஃபீலிங் இமோஷன் இருக்கிற ஒரு ஊரில் ரொம்ப நாளாக எல்லாரும் ஆசையாக வெயிட் பண்ணிட்டு இருக்க ஒரு படம் தான் தங்கமணி. தங்கமான படம். ஏன்னா இந்த படத்தில் ரித்தீஷ் டைரக்டர் என்ன பண்ணியிருக்காரு அப்படின்னா எல்லா இமோஷனையும் புழிஞ்சு அதில் வச்சிருக்காரு. அதில் எங்கள் அண்ணன் திலீப் பேட்டன் சும்மா விடுவார, அது அப்படியே எல்லாருக்கும் அப்படியே முகத்திலேயே காட்டியிருக்காரு. கூட வேற அவங்களுக்கு ஜோடியாக நீட்டாக. இந்த படத்தில் வந்து ஏன் சார் நீங்கள் அந்த ஒரு கதையை எடுத்து படம் பண்ணியிருக்கீங்க அப்படின்னு யாரும் கேட்கக்கூடாது. இன்னைக்கு the world is missing out on emotions and relationship. இதை பார்த்துட்டு எல்லாருமே இந்த கையில் வச்சு தட்டி தட்டி பார்க்குறீங்க தெரியுமா, உயிரே இல்லாத ஒரு ஃபோன். அதை விட்டுட்டு பக்கத்தில் இருக்கவங்க ஃப்ரெண்ட்ஸு, அப்பா அம்மா, சித்தப்பா சித்தி, இவங்க கூட இருக்கிற ரிலேஷன்ஷிப்பை என்ஜாய் பண்ணணும். அதுக்கு இந்த படம் பார்க்கணும். ஸோ இந்த ஸ்டோரி அங்கேருந்து எடுத்துகிட்டு வந்திருக்காங்க, கதை தான் அது. அதில் வந்து எல்லாருமே கேரக்டராக இருக்காங்க இல்லையா, யாருமே நடிக்கலை. எல்லாரும் they have been themselves. All actors are very emotional and director has brought out a beautiful emotion in this film. எல்லாரும் போய் பாருங்க. சூப்பர் குட் படம் பார்க்கணுன்னா சூப்பர் குட் ஃபில்ம்ஸ் படம் எடுத்துருக்குது. அதுவும் தங்கமணி, நீங்கள் எல்லாம் போய் பார்த்தீங்கன்னா இந்த படம் தங்கமணியான படம். And for everyone, we want everybody to clap for us. அதாவது எங்களுடைய பெர்ஃபார்மன்ஸ், என்னுடைய டைரக்டர், எங்கள் அண்ணனுடைய பெர்ஃபார்மன்ஸ்லாம் பார்த்துட்டு நீங்கள் கை தட்டினீங்கன்னா எங்களுக்கு ரொம்ப சந்தோஷமாக இருக்கும். எங்கள் அம்மா எங்கள் எல்லாருக்கும் முத்தம் கொடுத்த மாதிரி இருக்கும். தேங்க்யூ வெரி மச் Trivandrum and for giving me this opportunity. Thank you so much, sir. Actually, sir, one more request is there from the audience side. We are very sure you have been watching many of the Malayalam films, right? So, can you please tell us any of the Malayalam dialogue for the people here in Trivandrum? Any dialogue, any actor, Laladan, Mamuka, Dilip Edin, any actor, one movie dialogue, sir, please. See, நான் வந்து I can't match anybody's lines and all that as character, but நான் வந்து இந்த படத்தில் ஒரு பாட்டு பாடியிருக்கேன். ஓ போதுமே, அதுதான் பாடுங்க. இந்த பாட்டுக்காகவே நீங்க பார்க்கணும். ஓகே. കാക്കേ കാക്കേ കൂട്ടവിടെ കൂട്ടനകത്തെ കുഞ്ഞുണ്ടോ കുഞ്ഞണ കയ്യിൽ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ. Thank you very much. எனக்கு தெரிஞ்ச மலையாளம். Thank you so much, sir. Thank you so much. Please, sir, please. Thank you very much. Thank you சார். இனிமே நீங்க வில்லன் கிடையாது சார், ஹீரோ. நீங்க நம்ம ஹீரோ சார், ஜான் விஜய் சார். இன்னொரு ஒன்று சொல்றேன். ப்ளீஸ். நோ ஆஃபென்ஸ் டு த ஹீரோஸ், பட் எல்லா ஹியூமன்ஸ்க்கும் வந்து நல்லது கெட்டது இருக்கும். ஸோ எல்லாரும் என்ன பண்ணுவாங்க, நல்லதெல்லாம் வெளியே காட்டிட்டு கெட்டதெல்லாம் உள்ளே வச்சுக்குவாங்க. நாங்கள்லாம் எப்படின்னா கெட்டதெல்லாம் வெளியே காட்டி நல்லதை உள்ள வச்சு. ஸோ we are actually very nice people. Thank you very much. Thank you sir. Thank you sir. Thank you so much, sir. Thank you so much, sir. தமிழ், தெலுங்கு, மலையாளம், கன்னடம், ஹிந்தி, இங்கிலீஷ், இப்படி 6 மொழிகளில் more than 225 ஃபிலிம்ஸ் நான் வந்து ஆக்ட் பண்ணியிருக்கேன். Yay! Wonderful. எல்லா லாங்குவேஜில் இருக்கிற எல்லா சூப்பர் ஸ்டார்ஸ் கூடவும் ஒர்க் பண்ணியிருக்கேன். எல்லார்கிட்டையும் அடி வாங்கின ஒரு பிராப்தம் எனக்கு கிடைச்சிருக்கு. மலையாளத்தில்
தங்கமணி வந்து எனக்கு 9வது படம். இந்த படத்தோட ஓப்பனிங்கே வந்து ஃபைட் சீக்வன்ஸ் தான் எடுத்தாங்க. ஃபஸ்ட்டு டே நான் வந்து மேக்கப் ரூமில் மேக்கப் போட்டுட்டு இருக்கும்போது டைரக்டர் வந்தார். கூட வந்து நம்ம திலீப் சாரும் வந்தார். என்னடா திடீர்னு நம்ம ரூமில் வந்து ஹீரோ வந்திருக்காருன்னு சொல்லிட்டு நான் அப்படியே அப்போ தான் இன்ட்ரடியூஸ் பண்ணாங்க. சார் இவர் தான் இந்த கேரக்டர் பண்ண போகிறாரு அப்படின்னு சொல்லிட்டு திலீப் சார் கிட்ட டைரக்டர் இன்ட்ரடியூஸ் பண்ணுறாரு. எனக்கு ரொம்ப ஆச்சரியமாக போச்சு. என்னடா அது எல்லா ஹீரோஸும் அவங்க ஸ்பாட்டில் இருப்பாங்க, நம்ம தான் அங்கே போய் பார்ப்போம் எல்லாம் பண்ணுவோம், இவர் வந்திருக்காருன்னு சொல்லி எனக்கு ரொம்ப எனக்கு இந்த மாதிரி ஷிவரிங் ஆகிப்போச்சு. நான் பொதுவாக வந்து எந்த ஒரு ஷூட்டிங் ஸ்பாட்டுக்கு போனாலும் எவ்வளோ பெரிய ஹீரோ வந்தாலும் அந்த ஃபஸ்ட்டு டே வந்து எனக்கு கொஞ்சம் அந்த ஷிவரிங் இருக்கும். எப்படி நடிக்க போகிறோம், சரியாக நடிப்போமா நடிக்க மாட்டோமா அப்படின்னு. இங்கே என்னென்னா தலைக்கீழ ஆகிப்போச்சு. சாரே என்னை பார்க்க வந்த போது எனக்கு ரொம்ப ரொம்ப ஷாக்கிங்காக இருந்தது. பார்த்த உடனே அவர் சொன்ன வார்த்தை வந்து, சார் மாளிகைப்புறம் பார்த்துருக்கு, நல்லா நடிச்சிருக்கு அப்படின்னா. அப்போவே எனக்கு வந்து இருக்கிற பயம்லாம் போயிடுச்சு. சரி சார் வந்து ரொம்ப கம்ஃபர்ட் ஜோனுக்கு நம்மளை கொண்டு வந்துட்டாருன்னு சொல்லிட்டு அன்னைக்கு ஆரம்பித்தது ஒரு 4 நாள் ஃபைட் போச்சு. எல்லாருமே வந்து ஜனப்பிரிய நாயகன் திலீப் சார்னு சொல்கிறாங்க. நான் என்ன சொல்கிறேன்னா, அவர் ஜனங்களுக்கு மட்டும் பிரியமானவர் இல்லை, கூட நடிக்கிற சக நடிகர்களுக்கும் பிரியமானவர். ஏன்னா he kept us very comfortable actually. See, அவர் இவ்வளோ பெரிய ஹீரோ அப்படிங்கிற ஒரு சிந்தனை கூட இல்லை மனசில். கூட எனக்கு நான் ஃபைட் பண்ணும்போது எனக்கு எதாவது ஆச்சுன்னா டக்குன்னு என்னாச்சு அப்படி he was caring actually. he was so caring. எல்லாருமே வந்து நான் மட்டும் இல்லை, ஜான் விஜயனை கூட நடிக்கிற எல்லா நடிகர்களும் அதுதான் சொல்லுவாங்க நான் நம்புகிறேன். ஏன்னா அந்த அளவுக்கு வந்து கூட நடிக்கிறவங்கள கம்ஃபர்ட்டாக வச்சுருந்தாரு. அதனால தான் வந்து இந்த படத்தில் அவ்வளோ சூப்பராக என்னாலையும் பர்ஃபார்மன்ஸ் பண்ண முடியுதுன்னு நினைக்கிறேன். ஏன்னா அந்த ஃபியரே இல்லாமல் போச்சு. ஸோ அது தேங்க்யூ ஸோ மச் சார், தேங்க்யூ ஸோ மச் ஃபார் யுவர் கைண்ட்னஸ் சார். Sir, one more request for you, sir. Actually, John sir வந்து ஒரு benchmark already set பண்ணிட்டேன். So likewise, can you sing a song for us? Let it be any language other than காக்கே கூட விட. காக்கே மட்டும் பாடிதான் பாடிதான். ஓட்டாளு கிருகிருக்கோ ஜடுதா பாட் இந்த மரகான பாட்ட கேட்டாலே விறுவிறுக்கா மச்சி நான் வெத்தலை போட்ட சோக்குல போடே வெத்தலை போட்ட சோக்குல நான் கப்புனு குத்துன மூக்குல ஆட வந்தது பாரு ரத்தம் இந்த அமர மனசு சுத்தம் வாராவதி இறக்கம் அமரம் வந்து நின்னா சறுக்கம் ஓடா பட்டு ஐ தள்ளக்கடி வெட்டு தானுக்க